മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ എന്നൊരു സിനിമയുണ്ട്. അതിൽ മന്നാടിയാന്മാരുടെ വീട്ടിലെ കല്യാണാലോചന മുടക്കാൻ മുകേഷിന്റെ സേതുരാമൻ ചില ആചാരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചെന്നാലുടൻ ഒരു കള്ളുകുപ്പി എടുത്ത് മേശപ്പുറത്ത് വയ്ക്കണം. ചേടാ, ഇതൊന്നൊരു ആചാരമെന്നായി ചെറുക്കനും കൂട്ടരും. തീർന്നിട്ടില്ല. പെണ്ണിന്റെ ആങ്ങളമാരാരെങ്കിലും മുണ്ട് പൊക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്, ജീവനം കൊണ്ട് ഓടിക്കൊള്ളണം. ഇതുപോലെ മന്നാടിയാന്മാരെ മണ്ടന്മാരാക്കിയ ചെങ്കോട്ട സേതുരാമനെ പോലെ ഒരാൾ AKG സെന്ററിൽ അവതാരമെടുത്തിട്ടുണ്ട്. കമ്മികളുടെ കനകൊലു എന്നറിയപ്പെടുന്ന കിണറേഷ് എന്ന നികേഷ് കുമാർ. ഒരു തുള്ളി ചോര വീഴ്ത്താതെ, വടിവാളോങ്ങാതെ, പരസ്യമായി വെല്ലുവിളിക്കാതെ മാർക്സിസ്റ്റ് മന്നാടിയന്മാരെ നികേഷ് വെല്ലുവിളിക്കുന്നുണ്ട് ഒതുക്കത്തിൽ. തൻ്റെ അച്ഛനെ നശിപ്പിച്ചവന്മാരോടുള്ള പ്രതികാരമാണ് ആ മനുഷ്യൻ്റെ മനസ്സു നിറയെ. എന്തെല്ലാം വേഷങ്ങളാണ് അവരെ കൊണ്ട് ഈ നികേഷ് കെട്ടിക്കുന്നത്. ഗജേന്ദ്ര മന്നാടിയാരായ മൂത്ത മന്നാടിയാർ പിണറായി വിജയൻ്റെ കയ്യിൽ പഞ്ചാര വർത്തമാനം ആലേഖനം ചെയ്ത പൈങ്കിളിക്കപ്പ് പിടിക്കാൻ കൊടുത്തു. ജഗതല പ്രതാപൻ അതുപോലെ ചെയ്തു, കാപ്പി കുടിച്ചു. അത് വാർത്തയായി, ട്രോളർമാർക്ക് ചാകരയായി. ഗൃഹസന്ദർശനത്തിന് പോയ ബേബി നെത്തോലിയും കാളാഞ്ചിയും കൂട്ടി പാവങ്ങളുടെ ഭക്ഷണം കഴിച്ചത് പടം പിടിച്ചില്ല. പക്ഷേ അടുക്കളയിൽ കയറി പാത്രം കഴുകിയത് ചിത്രീകരിച്ച് സൈബർ സഖാക്കൾക്ക് ഇട്ടുകൊടുത്തു. അതും പരിഹാസമായി മാറി. ഗോവിന്ദനെ സ്വീകരിക്കാൻ ബംഗാളികളെ ഏർപ്പാട് ചെയ്തു. അവർ ജഗാവ് ഗോന്നൻ സിന്ദാബ എന്ന് വിളിച്ചു. പിണറായിയുടെ ദാരിദ്ര്യം വിറ്റ് ജനകീയത വളർത്താൻ അമ്മ ചുട്ട ഒറോട്ടി കഥ പറയിപ്പിച്ചു. അതും നാറി. അതിനുമേൽ വന്നു വീണ നെയ്മീൻ വിപ്ലവം ഒറോട്ടയുടെ മീതെ ആധിപത്യം നേടി. ഇപ്പോഴിതാ തനിക്ക് കിട്ടിയ ക്ഷേമ പെൻഷൻ പാർട്ടിക്ക് കൊടുക്കാൻ ഒരു വൃദ്ധനെ പറഞ്ഞു പഠിപ്പിച്ചു. സീൻ ഓക്കെ, പക്ഷേ തിരക്കഥ പാളിപ്പോയി. സംഭാഷണത്തിൻ്റെ മോഡുലേഷൻ ശരിയായില്ല. മാത്രവുമല്ല, ഗോവിന്ദൻ ക്യാമറയിൽ നോക്കി ചിരിക്കുകയും ചെയ്തു. വൃദ്ധൻ കാശെടുത്ത് ഗോവിന്ദന് നൽകിയിട്ട് പറയുന്നു, UDF വന്നാൽ പെൻഷൻ കിട്ടൂല, LDF ഇനിയും വരണം. അത് കണ്ട് കണ്ണു നിറഞ്ഞ ഗോവിന്ദൻ പിന്നെന്താ വരാം എന്ന് പറഞ്ഞു. ശേഷം ലവി ചൂണ്ടി മാറ്റിയ ശേഷം ബാക്കി അയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. കൈരളിയും ദേശാഭിമാനിയും ആ കാഴ്ചാ വസന്തം ആഘോഷിക്കുകയായി. പാപ്പി അപ്പച്ച സിനിമയിൽ ഇതുപോലൊരു സീനുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരുടെ ദൈവം ആ പാപ്പി എന്നൊരു വൃദ്ധയെ കൊണ്ട് പറയിപ്പിക്കാൻ എത്ര ടേക്ക് വേണ്ടി വന്നു. പക്ഷെ കണ്ണിലുണ്ണിയാണെന്ന് പറയിപ്പിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഉണ്ടം പൊരി എന്ന് പറഞ്ഞ് പാപ്പിയും അപ്പനും ക്യാമറ സംഘവും പിണങ്ങിപ്പോയി. പഞ്ചാര വർത്തമാനം കൊണ്ടും പുന്നാര വാക്കുകൾ കൊണ്ടും പൈങ്കിളി പ്രവൃത്തി കൊണ്ടും വീണ്ടും ഭരണത്തിൽ കരയേറാനുള്ള എന്തെല്ലാം അടവുകളാണെന്നോ. അതോ തൻ്റെ പിതാവിനെയും തറവാടിനെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച പിണറായി സംഘത്തോടുള്ള മധുര പ്രതികാരമാണോ നികേഷ് ചെയ്യിക്കുന്നതൊക്കെ? കള്ളന്മാരും കാട്ടുകോഴികളും വിഹരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ കരകയറ്റാൻ നികേഷല്ല ദേവേന്ദ്രൻ വന്നാലും ഇനി പറ്റില്ല. കാലിയായ കസേരകൾ വാടകയ്ക്കെടുത്ത ബംഗാൾ കമ്മികൾ, കൊമേഡിയന്മാരായി മാറിയ സഖാക്കൾ, കൈയടിക്കാനും ഹാരാർപ്പണത്തിനും ആളില്ലാത്ത വികസന ജാഥകൾ. ഗോവിന്ദൻ വായ തുറക്കാതിരിക്കാൻ വല്ല പശയും പ്രയോഗിച്ചാൽ കുറച്ച് സീറ്റുകൾ ഉറപ്പിക്കാം. സഖാക്കൾ ഒന്ന് ആലോചിക്കണം. രാഹുൽ ജയിൽവാസത്തിന് ശേഷം ഏതാണ്ട് സന്മാർഗത്തിലാണ്. ബ്രഹ്മചര്യം നിലനിർത്താനായി ഇപ്പോൾ ആഞ്ജനേയ സ്വാമിക്ക് മണികൊട്ടി പ്രാർത്ഥനയാണ്. അയാൾ ചാറ്റുകളൊന്നും തന്നെ ഇപ്പോൾ നടത്താറില്ല. പെണ്ണെന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. അയാളുടെ നൂതന ഗർഭങ്ങളൊന്നും ഇനി കിട്ടാൻ സാധ്യതയില്ല. പക്ഷിക്കുഞ്ഞിനെ പോലെ കരയാൻ ഇനി അതിജീവിതമാരെയും കിട്ടില്ല. പെണ്ണുകേസും ഗർഭക്കേസുമില്ലാതെ പാർട്ടി അടിപറഞ്ഞു നിൽക്കുകയാണ്. എന്തിനേറെ, കടലിൽ കിടക്കുന്ന ചൂരയും നെയ്മീനും വരെ പാർട്ടിയോട് കണക്ക് ചോദിക്കുകയാണ്. വിപ്ലവം നേതാക്കളുടെ തീന്മേശയിലെ ഒരു വേവാത്ത വിഭവം മാത്രമായി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. നികേഷ് കിണറ്റിലിറങ്ങിയാലോ പനയിൽ കയറിയാലോ ഇനി രക്ഷയില്ല. നികേഷ് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈയുമായി ഓരോ ദിവസവും ഇറങ്ങും. അതെല്ലാം പാർട്ടിക്കെതിരെ ട്രോളായി മാറും. ഇതിനിടയിൽ ഏതൊക്കെയോ ആൽബങ്ങളിൽ നിന്നും കടകംപള്ളിയും പോറ്റിയും പിന്നെയും ഇറങ്ങി വരികയാണ്. പോറ്റി വീട്ടിലെ കല്യാണത്തിന് മുതൽ വേദുകുളിക്കും നൂലുകെട്ടിനും നവതിക്കും ശ്രാദ്ധത്തിനുമെല്ലാം സുരേന്ദ്രനും അവിടെ പതിവായി ഹാജരുണ്ട്. പക്ഷെ ഒന്നും ഓർമ്മയില്ല. സഖാക്കളെ ഓർമ്മിക്കാൻ പഠിപ്പിക്കുന്ന യന്ത്രമെല്ലാം പണിമുടക്കിലാണ്. വെറുതെ ചുരത്തിയാലും പശുവിന് മുതുകിനിട്ടടിയെന്ന അവസ്ഥയിലാണ് നികേഷ് കുമാറിൻ്റെ അവസ്ഥ. സ്വന്തം അപ്പൻ്റെ ചോരയ്ക്ക് കൊതിച്ച് കിട്ടാഞ്ഞിട്ട് ചേരകളെ ചുട്ടുകൊന്ന് കലിതീർത്തവരാണ് കമ്മികളെന്ന ബോധം നികേഷിൻ്റെ മനസ്സിലുണ്ടാകണം. അപ്പൻ്റെ ശാപം കൊണ്ടാകുമോ എന്തോ മകൻ്റെ തന്ത്രങ്ങളെല്ലാം പിഴയ്ക്കുകയാണ്. മുറിച്ചുരിക കണ്ട് ജനം ചിരിക്കുകയാണ്.